എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തിങ്ക്. തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ തിങ്ക് എന്നതിന് രണ്ട് മീനിങ് ഉണ്ട്. രണ്ട് തരത്തിൽ അത് ഉപയോഗിക്കാം എന്ന് അറിയുമോ? ഇപ്പോൾ തിങ്ക് ആൻഡ് തിങ്കിങ്. തിങ്ക് ഉപയോഗിക്കുന്നത് എവിടെയാണ്, തിങ്കിങ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, അതുപോലെയുള്ള വേറെയും ചില വാക്കുകൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. തിങ്ക് എന്നതിന് രണ്ട് മീനിങ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അതിൽ ഒരു മീനിങ് നമ്മുടെ ഒപ്പീനിയൻ പറയുമ്പോഴാണ്. ഐ തിങ്ക് ഇറ്റ്സ് ബാഡ് എന്ന് പറഞ്ഞാൽ അതെൻ്റെ അഭിപ്രായമാണ്. ഐ തിങ്ക് എന്ന് പറയുന്നത് ചിന്തിക്കുക എന്നുള്ള മീനിങ്ങിലല്ല അവിടെ ഉപയോഗിക്കുന്നത്. ഇൻ മൈ ഒപ്പീനിയൻ എന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതല്ല. ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ, അതൊരു നല്ല ഐഡിയ ആണ്. ഐ തിങ്ക് ദ ആൻസർ ഈസ് സിമ്പിൾ. അതായത് എൻ്റെ അഭിപ്രായത്തിൽ ആ ആൻസർ വളരെ സിമ്പിളാണ് എന്നാണ്. ഐ തിങ്ക് യു ഷുഡ് ടോക്ക് ടു സംവൺ ബിഫോർ ടേക്കിംഗ് ദാറ്റ് ലോൺ. ആ ലോൺ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ മറ്റുള്ളവരോടൊന്ന് ഒന്ന് സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ്. ഐ തിങ്ക് എന്നൊക്കെ അവിടെ ഉപയോഗിക്കുന്നത് ആ ഒരു മീനിങ്ങിലാണ്, എൻ്റെ അഭിപ്രായത്തിൽ എന്ന ഒരു മീനിങ്ങിൽ. ഐ തിങ്ക് ദിസ് റെസ്റ്റോറൻറ്റ് ഈസ് വെരി ഗുഡ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി തിങ്ക് എന്ന വാക്കിന് വേറെ ഒരു മീനിങ് കൂടി ഉണ്ട്. അതെന്താണ്? നമ്മൾ സാധാരണ പറയുന്ന പോലെ ചിന്തിക്കുക എന്ന മീനിങ് ആണ്. ചിന്തിക്കുക, ആലോചിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ദ ആക്ഷൻ ഓഫ് യൂസിങ് ദ ബ്രെയിൻ ടു പ്രൊഡ്യൂസ് തോട്ട്സ്. നമ്മൾ ചിന്തിക്കുക, സാധാരണ നമ്മൾ പറയുന്നത് പോലെ, അങ്ങനെ ഒരു മീനിങ്ങും തിങ്ക് എന്ന വാക്കിന് ഉണ്ട്. അവിടെ നമുക്ക് തിങ്കിങ് എന്നൊക്കെ ഉപയോഗിക്കാം, ING ഫോം ചേർത്തിട്ട് ഉപയോഗിക്കാം. പക്ഷേ ആദ്യം നമ്മൾ പറഞ്ഞ മീനിങ് ഉണ്ടല്ലോ, ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ തിങ്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഒപ്പം ING ഫോം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ രണ്ടാമത്തെ മീനിങ്ങിൽ ആലോചിക്കുക, ചിന്തിക്കുക എന്ന ഒരു മീനിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ തിങ്കിങ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം, തിങ്ക് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാം. എക്സാമ്പിൾ വേണ്ടേ? പ്ലീസ് ബി ക്വയറ്റ്, ഐ ആം ട്രൈങ് ടു തിങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കൂ, ഞാനൊന്ന് ആലോചിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഐ ആം ട്രൈങ് ടു തിങ്ക് ആണ്. അപ്പോൾ അവിടെ തിങ്ക് ആണ് ഉപയോഗിച്ചത്. അതിൻ്റെ അർത്ഥം ആലോചിക്കുക എന്നാണ്. ഐ ആം തിങ്കിങ് ദ റെസ്റ്റോറൻറ്റ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. അവിടെ ഒപ്പീനിയൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ING ഫോം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു ഇൻകറക്റ്റായ സെൻറ്റൻസായി മാറും. അവിടെ പറയേണ്ടത് ഐ തിങ്ക് ദ റെസ്റ്റോറൻറ്റ് ഈസ് ഗുഡ് എന്ന് തന്നെയാണ്. ഐ നീഡ് ടു തിങ്ക് അബൌട്ട് ബൈയിങ് എ ന്യൂ കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പുതിയ കാറ് വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. ഐ നീഡ് ടു തിങ്ക് അബൌട്ട് ബൈയിങ് എ കാർ എന്ന് പറയുമ്പോൾ അവിടെ തിങ്ക് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എന്ന മീനിങ് ആണ്. ഐ നീഡ് ടു തിങ്ക് അബൌട്ട് ദ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാലോ, പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, അതിനെപ്പറ്റിയൊക്കെ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഐ നീഡ് ടു തിങ്ക് അബൌട്ട് ദ പ്രോസ് ആൻഡ് കോൺസ്. ഐ ആം തിങ്കിങ് റൈറ്റ് നൗ, ഐ നീഡ് ടു കോൺസെൻട്രേറ്റ്. ഞാനിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം തിങ്കിങ് റൈറ്റ് നൗ. നോക്കൂ, തിങ്കിങ് എന്ന് ഉപയോഗിച്ചു, അത് കറക്റ്റാണ്. അപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന മീനിങ് ആണ്. അപ്പോൾ അവിടെ ING ഫോം ആകാം. ഐ ആം തിങ്കിങ് റൈറ്റ് നൗ, ഐ നീഡ് ടു കോൺസെൻട്രേറ്റ്. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തിങ്ക് ആൻഡ് തിങ്കിങ് ഉപയോഗിക്കേണ്ടതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ? രണ്ട് മീനിങ്ങിൽ ഉപയോഗിക്കാം. ആലോചിക്കുക എന്ന മീനിങ് ആണെങ്കിൽ ING ഫോം ചേർത്തിട്ടും നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ ഒപ്പീനിയൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ തിങ്കിങ് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഇതുപോലെയുള്ള വേറെ രണ്ട് വാക്കുകളാണ് ഫീൽ ആൻഡ് ഫീലിംഗ്. ഫീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു സെൻസേഷനാണ് അല്ലേ? എ സെൻസേഷൻ ഇൻ യുവർ ബോഡി, അതല്ലെങ്കിൽ ഇൻ യുവർ മൈൻഡ് ആണ്. രണ്ട് തരത്തിലും ആകാം. ഇപ്പോൾ ഐ ഫീൽ ഹാപ്പി എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിൽ തോന്നുന്നതാണ്. ആ ഒരു സെൻസേഷൻ എന്താണ്? ഇൻ അവർ മൈൻഡ് ആണ്. ഐ ഫീൽ സിക്ക് എന്ന് പറയുമ്പോഴോ
അത് ബോഡി ആണ്, ബോഡിയിൽ തോന്നുന്ന ഒരു സെൻസേഷനാണ്. അപ്പോൾ ഐ ഫീൽ സിക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രസൻറ്റ് സിമ്പിൾ ഫോമിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫീൽ. ഐ ആം ഫീലിംഗ് സിക്ക് എന്നും പറയാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും അത് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ മീനിങ് നമ്മുടെ ഒരു സെൻസേഷൻ ആണ്, സെൻസേഷൻ ഇൻ അവർ ബോഡി അല്ലെങ്കിൽ ഇൻ അവർ മൈൻഡ്. ഇതല്ലാതെ ഫീൽ എന്നതിന് വേറെ ഒരു മീനിങ് കൂടിയുണ്ട്, നമ്മുടെ ഒപ്പീനിയൻ എന്ന അഭിപ്രായം, നമ്മുടെ അഭിപ്രായം എന്ന അർത്ഥം. ഐ ഫീൽ വി ഷുഡ് ലീവ് നൗ. ഐ ഫീൽ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക്, എൻ്റെ അഭിപ്രായത്തിൽ, ഇൻ മൈ ഒപ്പീനിയൻ. ഐ ഫീൽ വി ഷുഡ് ലീവ് നൗ. അവിടെ ഫീലിംഗ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഫീൽ ആൻഡ് ഫീലിംഗ് അത് മനസ്സിലായല്ലോ. എവിടെ ING ചേർക്കണം, എവിടെ ചേർക്കാൻ പാടില്ല എന്നും മനസ്സിലായില്ലേ. അഭിപ്രായം എന്ന അർത്ഥത്തിലാണ് ഫീൽ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ING ഫോം വേണ്ട. അല്ലാതെങ്കിൽ നമുക്ക് ING ഫോം ഉപയോഗിക്കാം. ഐ ഫീൽ സിക്ക് കറക്റ്റാണ്, ഐ ആം ഫീലിംഗ് സിക്ക് അതും കറക്റ്റ് തന്നെ. വേറൊരു വാക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഉപയോഗിക്കുമ്പോഴും ചില മിസ്റ്റേക്സ് വരുത്താറുണ്ട് പല ആളുകളും. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നുപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ്, രണ്ടിനും എംഫസിസ് കൊടുത്തുകൊണ്ട് പറയുമ്പോൾ. ഒരു എക്സാമ്പിൾ പറയാം. നോട്ട് ഓൺലി ഷീ റൈറ്റ്സ് ബട്ട് ഓൾസോ ഷീ സ്പീക്സ്. അവൾ എഴുതുക മാത്രമല്ല സംസാരിക്കാറും ഉണ്ട്. നോട്ട് ഓൺലി ഷീ റൈറ്റ്സ് ബട്ട് ഓൾസോ ഷീ സ്പീക്സ്. പക്ഷേ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നോട്ട് ഓൺലി എന്നാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഇൻവേർഷൻ ആവശ്യമുണ്ട്. വേർബ് നമുക്ക് ഇൻവേർട്ട് ചെയ്യണം. അപ്പോൾ നോട്ട് ഓൺലി ഡസ് ഷീ റൈറ്റ് എന്നാണ് പറയേണ്ടത്. നോട്ട് ഓൺലി ഷീ റൈറ്റ്സ് അല്ല, നോട്ട് ഓൺലി ഡസ് ഷീ റൈറ്റ് ബട്ട് ഓൾസോ സ്പീക്സ് എന്ന് പറയണം. റൈറ്റ്സ് എന്നായതുകൊണ്ടാണ് ഡസ് ഷീ റൈറ്റ് എന്നാക്കി മാറ്റിയത്. ഇനി ഒരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് നോക്കാം നമുക്ക്. നോട്ട് ഓൺലി ഡിഡ് ഷീ പാസ് ദ എക്സാം ബട്ട് ഓൾസോ ടോപ്പ് ദ ക്ലാസ്. അവൾ എക്സാം പാസ്സാവുക മാത്രമല്ല ചെയ്തത്, പിന്നെന്താണ്? ടോപ്പ് ദ ക്ലാസ്, ക്ലാസ്സിലെ ടോപ്പറാണ്. ഇതൊരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ആണ്. നോട്ട് ഓൺലി ഡിഡ് ഷീ പാസ് ദ എക്സാം എന്നാണ് വേണ്ടത്. നോട്ട് ഓൺലി ഷീ പാസ്ഡ് ദ എക്സാം എന്ന് പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. നോട്ട് ഓൺലി ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ വേർബിൽ നമുക്കൊന്ന് അവിടെ ഒരു സ്പ്ലിറ്റിംഗ് ആവശ്യമുണ്ട്. പാസ്ഡ് എന്നതിനെ ഡിഡ് പ്ലസ് പാസ്സാക്കി മാറ്റണം. ഡിഡ് ആദ്യം പറയുക, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് പറഞ്ഞിട്ട് പിന്നെ ആ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കേണ്ടത്. നോട്ട് ഓൺലി ഡിഡ് ഷീ പാസ് ദ എക്സാം, ഡിഡ് ഷീ പാസ്. വേറൊരു സെൻറ്റൻസ്. നോട്ട് ഓൺലി ഈസ് കൊച്ചി ബ്യൂട്ടിഫുൾ ബട്ട് ഓൾസോ വെരി പീസ്ഫുൾ. അതായത് കൊച്ചി വളരെ മനോഹരമാണ് എന്ന് മാത്രമല്ല, പിന്നെന്താണ്? ഇറ്റ്സ് പീസ്ഫുൾ, സമാധാനപൂർണ്ണമാണ്. ഇവിടെ നോട്ട് ഓൺലി ഈസ് കൊച്ചി ബ്യൂട്ടിഫുൾ എന്നാണ്. നോട്ട് ഓൺലി കൊച്ചി ഈസ് ബ്യൂട്ടിഫുൾ എന്നല്ല പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ഒരു ഇൻവേർഷൻ അവിടെ ആവശ്യമുണ്ട്. അങ്ങനെ ഇൻവേർഷൻ ഇല്ലാതെ എഴുതുമ്പോഴാണ് അത് മിസ്റ്റേക്ക് ആവുന്നത്. നോട്ട് ഓൺലി ഈസ് കൊച്ചി ബ്യൂട്ടിഫുൾ ബട്ട് ഓൾസോ വെരി പീസ്ഫുൾ. ഇത് നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പോലെ തോന്നും എങ്കിലും അത് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നോട്ട് ഓൺലി ഉപയോഗിക്കുമ്പോൾ അത് ആദ്യമാണ് സ്റ്റാർട്ട്. നോട്ട് ഓൺലി എന്ന് ബിഗിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു ഇൻവേർഷൻ ആവശ്യമുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഇനി വേറൊരു സെൻറ്റൻസ്, ആ മിസ്റ്റേക്ക് ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഐ ആം യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഇത് ഇൻകറക്റ്റ് ആയ ഒരു സെൻറ്റൻസ് ആണ്. നമ്മുടെ ഒരു ശീലത്തെ പറ്റിയാണ്. നമുക്ക് നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലമുണ്ട്, അത് ശീലമായി, ഇപ്പോൾ ശീലമാണത് എന്നാണ് പറയുന്നത്. ഐ ആം യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്നല്ല പറയേണ്ടത്. ഐ ആം യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി എന്ന് പറയണം. എന്നാലേ ആ സെൻറ്റൻസ് കറക്റ്റ് ആവും. കാരണം നമ്മുടെ ശീലങ്ങളെ പറ്റിയാണ്. ഐ ആം യൂസ് ടു എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇനി അതല്ല, ഹി ആയിരുന്നെങ്കിൽ ഹി ഈസ് യൂസ് ടു, വി ആയിരുന്നെങ്കിൽ വി ആർ യൂസ് ടു, യു ആർ യൂസ് ടു, ദേ ആർ യൂസ് ടു. അങ്ങനെ ആ ടു ബി ഫോം ആം, ഈസ്, ആർ, വാസ്, വേറൊക്കെ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ ടു ബി യൂസ് ടു എന്നതാണ് ആ ഒരു സ്ട്രക്ചർ. ഈ ടു ബി യൂസ് ടു ഉപയോഗിക്കുന്നത് ടു ബി അക്കസ്റ്റം ടു. നമുക്കൊരു കാര്യം, നമുക്കത് നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായി, നമുക്ക് എവരിഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്നതാണത് എന്ന് പറയുന്ന ഒരു ശീലത്തെ പറ്റി പറയുമ്പോഴാണ് ആം യൂസ് ടു അല്ലെങ്കിൽ ടു ബി യൂസ് ടു എന്ന ഒരു പ്രയോഗം വരുന്നത്. അപ്പോൾ ഐ ആം യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഐ ആം യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി. യൂസ് ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ഒരു നൗൺ ആണ്. നൗൺ അല്ലെങ്കിൽ ഒരു വേർബൽ നൗൺ, വേർബിൽ നിന്ന് ഉണ്ടാകുന്ന നൗൺ.
ഗെറ്റിംഗ് എന്ന് പറയുന്നത് വേർബിൽ നിന്നുണ്ടാകുന്ന ഒരു നൗൺ തന്നെയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നൗൺ ഉപയോഗിക്കാം. ഐ ആം യൂസ് ടു റെയിൻ എന്ന് പറഞ്ഞാൽ മഴ എനിക്ക് ശീലമാണ്. ഐ ആം യൂസ് ടു വെറ്റ് വെതർ, ഒരു നനഞ്ഞ കാലാവസ്ഥ എനിക്ക് ശീലമാണ്. ഐ ആം യൂസ് ടു വെറ്റ് വെതർ. അപ്പോൾ ഒരു നൗൺ അല്ലെങ്കിൽ വേർബൽ നൗൺ ഉപയോഗിക്കണം. ഐ ആം യൂസ് ടു ഗെറ്റ് അപ്പ് എന്ന് പറയുമ്പോൾ ടു ഗെറ്റ് അപ്പ് എന്ന് ഉപയോഗിച്ചാൽ അത് റോങ് ആണ്. ഐ ആം യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി എന്ന് ഉപയോഗിച്ചാൽ കറക്റ്റാണ്. ഐ ആം യൂസ് ടു ഡ്രൈവിംഗ്. ഐ ആം യൂസ് ടു സ്റ്റഡിയിങ് അറ്റ് നൈറ്റ്, രാത്രി പഠിക്കുന്നത് എനിക്ക് ശീലമാണ്. അപ്പോൾ അതാണ് ടു ബി യൂസ് ടു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ING ഫോം ഓഫ് ദ വേർബാണ് യൂസ് ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നൗൺ ഉപയോഗിക്കാം. ഇനി ഇത് കൺഫ്യൂഷൻ ആവാൻ കാരണം ഐ യൂസ്ഡ് ടു എന്ന ഒരു പ്രയോഗം ഉണ്ട്. യൂസ്ഡ് ടു ആൻഡ് ടു ബി യൂസ് ടു അത് രണ്ടും ഡിഫറൻ്റ് ആണ്. ഇത് രണ്ടും നമ്മുടെ ഈ ചാനലിൽ തന്നെ വീഡിയോസ് ഒരുപാടുണ്ട്. ആം യൂസ് ടു, അതുപോലെ യൂസ് ടു മാത്രം ഉപയോഗിക്കുന്നത് എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത്തരം ലെസൺസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ കൺഫ്യൂഷൻ മുഴുവനായിട്ടും മാറും. യൂസ് ടു ഉപയോഗിക്കുമ്പോഴും വരുത്തുന്ന മിസ്റ്റേക്സ് ഒഴിവാക്കുക. താങ്ക് യു.